ഹലോ ഫ്രണ്ട്സ്, ഒരു ജാവ ആപ്ലിക്കേഷനെ ഡേറ്റാബേസുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാനായിട്ട് നൽകിയിട്ടുള്ള എ പി ഐ ആണ് JDBC എന്ന് പറയുന്നത്. JDBC സ്റ്റാൻഡ്സ് ഫോർ ജാവ ഡേറ്റാബേസ് കണക്ടിവിറ്റി. അപ്പോൾ JDBC ഉപയോഗിച്ച് നമ്മൾ ഡേറ്റാബേസുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു 5 സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യണം. സ്റ്റെപ്സ് ഇതാണ്: ഡ്രൈവർ ക്ലാസ് ലോഡ് ചെയ്യുക, കണക്ഷൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, ദെൻ ക്വറി എക്സിക്യൂട്ട് ചെയ്യുക, കണക്ഷൻ ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് MySQL സെർവറാണ്. ഞാൻ MySQL സെർവറിൽ JDBC ടെസ്റ്റ് എന്ന് പറയുന്നൊരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. സ്റ്റുഡൻറ്റ് ടേബിളിൽ ID, നെയിം, ഏജ് ഉണ്ട്. ഞാൻ JDBC ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അവിടെ JDBC ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ JDBC ഉപയോഗിച്ച് നമ്മൾ ഡേറ്റാബേസുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത്? ഡ്രൈവർ ക്ലാസ് ലോഡ് ചെയ്യുക, അല്ലേ? ഇപ്പോൾ സാധാരണഗതിയിൽ എപ്പോഴാണ് ഒരു ക്ലാസ് ലോഡ് ചെയ്യുന്നത്? നമുക്കറിയാം, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് ക്ലാസ് ലോഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് കാർ എന്ന് പറയുന്നൊരു ക്ലാസ് ഉണ്ടെങ്കിൽ കാർ C=new കാർ എന്ന് പറഞ്ഞ് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം കാർ എന്ന് പറയുന്ന ക്ലാസ് മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യപ്പെടും. അങ്ങനെ ക്ലാസ് ലോഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ക്ലാസ് ലോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനറ്റായിട്ട് മറ്റൊരു ക്ലാസ് ലോഡിംഗ് ഉണ്ട്. എന്താണ്? ഡൈനാമിക് ക്ലാസ് ലോഡിംഗ്. എങ്ങനെയാണ് ഒരു ക്ലാസ് ഡൈനാമിക്കായിട്ട് ലോഡ് ചെയ്യപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, java.lang പാക്കേജിനകത്ത് ഒരു ക്ലാസ് ഉണ്ട്. ക്ലാസിൻ്റെ പേര് ക്ലാസ് എന്നാണ്. ഈ ക്ലാസ് എന്ന് പറയുന്ന ക്ലാസ്സിൽ ഒരു സ്റ്റാറ്റിക് മെത്തേഡുണ്ട്. അതിൻ്റെ പേര് ഫോർനെയിം എന്നാണ്. ആ ഫോർനെയിം മെത്തേഡിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഡ്രൈവർ ക്ലാസ് നമ്മൾ മെൻഷൻ ചെയ്യുക. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് MySQL സെർവർ ആയതുകൊണ്ട് MySQL സെർവറിൻ്റെ ഡ്രൈവർ ക്ലാസ്സിൻ്റെ പേര് ഇതാണ്: com.mysql.cj.jdbc.driver. ഓക്കെ, ഇങ്ങനെ ക്ലാസ് ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഡ്രൈവർ ക്ലാസ് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ക്ലാസ് പാത്തിൽ അവൈലബിൾ അല്ല എങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ക്ലാസ് നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ എന്ന് പറയുന്ന ഒരു എക്സെപ്ഷൻ ത്രോ ചെയ്യപ്പെടും. ഓക്കെ, നമുക്കത് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ട്രൈ ക്യാച്ച് ഉപയോഗിച്ച് ഹാൻഡിൽ ചെയ്യാം. ഇനി ഹാൻഡിൽ ചെയ്യേണ്ടായെങ്കിൽ ത്രോസ് ഉപയോഗിച്ച് ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ ഞാനത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ട്രൈ ക്യാച്ച് കൊടുത്തു. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഡൺ എന്നും കൂടെ പ്രിൻറ്റ് ചെയ്യാണ്. ഓക്കെ, ഇനി ഒന്ന് റൺ ചെയ്യാം. റൺ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ക്ലാസ് നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ ഉണ്ടായി. അതായത് ഡ്രൈവർ ക്ലാസ് ഞാൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഡ്രൈവർ ക്ലാസ് ലോഡ് ചെയ്യാനായിട്ട് ശ്രമിച്ച സമയത്ത് ഡ്രൈവർ ക്ലാസ് എൻ്റെ പ്രൊജക്റ്റിൻ്റെ ക്ലാസ് പാത്തിൽ അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ടാണ് ക്ലാസ് നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ ത്രോ ചെയ്യപ്പെട്ടത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചാൽ, ആരാണ് ഡ്രൈവർ ക്ലാസ് തരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഡ്രൈവർ ക്ലാസ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, ജാവ കമ്പനി അല്ല ഈ ഡ്രൈവർ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ആരാണെന്ന് ചോദിച്ചാൽ ഡേറ്റാബേസ് വെൻഡേഴ്സ് ആണ്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് MySQL ആണെങ്കിൽ MySQL കമ്പനിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഡ്രൈവർ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ PostgreSQL ആണെങ്കിൽ PostgreSQLൻ്റെ ഡ്രൈവർ വേണം യൂസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡേറ്റാബേസ് സെർവർ ആണെങ്കിൽ അതിൻ്റെ ഡ്രൈവർ ക്ലാസ് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ആ ഡ്രൈവർ ക്ലാസ് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, ഞാൻ മാവൻ സെൻട്രൽ റിപ്പോസിറ്ററിയിൽ നിന്നാണ് ഡ്രൈവർ ക്ലാസ് ഡൗൺലോഡ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് MySQL എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യും. ഓക്കെ, MySQLൻ്റെ 8.4.0 വെർഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മാവൻ പ്രൊജക്റ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഡിപ്പെൻഡൻസി കോപ്പി ചെയ്ത് നിങ്ങളുടെ pom.xml ആഡ് ചെയ്യുക. ഞാനിപ്പോൾ മാവൻ പ്രൊജക്റ്റ് അല്ലാത്തത് കൊണ്ട് ഞാൻ ജാർ ഫയൽ ഡൗൺലോഡ് ചെയ്യാണ്. ഇതാണ് ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ജാർ ഫയൽ. ഇത് നമുക്ക് പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്യാം. പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഈ പ്രൊജക്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ബിൽഡ് പാത്ത് സെലക്ട് ചെയ്യുക, കോൺഫിഗർ ബിൽഡ് പാത്ത് സെലക്ട് ചെയ്യുക, ദെൻ ലൈബ്രറീസ് സെലക്ട് ചെയ്യുക, ദെൻ ക്ലാസ് പാത്ത് സെലക്ട് ചെയ്യാം, ദെൻ ആഡ് എക്സ്റ്റേണൽ ജാർ ഫയൽ എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഞാനിപ്പം MySQL ജാർ ഫയൽ പ്ലേസ് ചെയ്തിരിക്കുന്നതിൻ്റെ D ഡ്രൈവിലാണ്. സെലക്ട് ചെയ്തു, ഓപ്പൺ, അപ്ലൈ ആൻഡ് ക്ലോസ്. അപ്പോൾ നമുക്കിവിടെ റെഫറൻസ്ഡ് ലൈബ്രറിയിൽ MySQLൻ്റെ ആ ഒരു ജാർ ഫയൽ കാണാം.
അപ്പോൾ ഈ ജാർ ഫയൽ ഞാൻ എക്സ്ട്രാക്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ അതിനകത്ത് കുറേ ക്ലാസ്സുകളും ഇൻ്റർഫേസുകളും ഒരു കമ്പൈൽ ചെയ്ത് ഫോർമാറ്റിൽ, അതായത് ഒരു ഡോട്ട് ക്ലാസ് ഫയൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിലെ ഒരു ക്ലാസ്സാണ്, ഒരു ഡോട്ട് ക്ലാസ് ഫയലാണ് എന്ത്, ഈ ഡ്രൈവർ എന്ന് പറയുന്ന ക്ലാസ്. അതിനെയാണ് നമ്മളിപ്പോൾ ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ഒന്നുകൂടെ ഒന്ന് റൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇപ്പം നോക്കിക്കേ, ആ എക്സെപ്ഷൻ മാറി ഡൺ എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഓവർ. ഡ്രൈവർ ക്ലാസ്സിനെ നമ്മൾ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്തു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? കണക്ഷൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കണക്ഷൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ പറയുന്നു കണക്ഷൻ CON = ഓക്കെ, കണക്ഷൻ എന്ന് പറയുന്നത് java.sql പാക്കേജിലെ ഒരു ഇൻ്റർഫേസ് ആണ്. അപ്പോൾ നമുക്കറിയാം ഇൻ്റർഫേസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അല്ലേ? അപ്പോൾ കണക്ഷൻ ഇൻ്റർഫേസ് അല്ലെങ്കിൽ കണക്ഷൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ കണക്ഷൻ ഇൻ്റർഫേസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതല്ല, കണക്ഷൻ ഇൻ്റർഫേസ് ഇംപ്ലിമെൻ്റ് ചെയ്ത ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ക്ലാസ് ആരാണ് തരുന്നതെന്ന് ചോദിച്ചാൽ അതും ഡേറ്റാബേസ് വെൻഡേഴ്സാണ് നമുക്ക് തരുന്നത്. അതായത് ഞാൻ ഇപ്പം ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ജാർ ഫയലിനകത്തെ ഒരു ക്ലാസ്സാണ്. ആ ക്ലാസ് എന്ത് ചെയ്തിട്ടുണ്ട്? കണക്ഷൻ ഇൻ്റർഫേസിനെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒബ്ജക്റ്റാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ ഒബ്ജക്റ്റ് എങ്ങനെ എനിക്ക് അത് ഏത് ക്ലാസ്സാണ് എന്ന് എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് എനിക്ക് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഡ്രൈവർ മാനേജർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. ഈ ഡ്രൈവർ മാനേജർ ആരെഴുതിയതാണ്? ജാവ ഡെവലപ്പേഴ്സ് നമുക്ക് തന്നിട്ടുള്ള ക്ലാസ്സാണ് ഡ്രൈവർ മാനേജർ. java.sql പാക്കേജിലെ ഒരു ക്ലാസ്സാണ് ഡ്രൈവർ മാനേജർ. അതിനകത്ത് ഗെറ്റ് കണക്ഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിക് മെത്തേഡ് ഉണ്ട്. ആ സ്റ്റാറ്റിക് മെത്തേഡിൽ 3 ആർഗ്യുമെൻ്റാണ് അത് അക്സെപ്റ്റ് ചെയ്യുന്നത്. ആർഗ്യുമെൻ്റ് ഇതാണ്: URL, യൂസർ നെയിം, പാസ്വേഡ്. ഈ 3 ആർഗ്യുമെൻ്റ് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കണക്ഷൻ ഒബ്ജക്റ്റ് കിട്ടും. അപ്പോൾ ആ കണക്ഷൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഡേറ്റാബേസ് വെൻഡേഴ്സ്. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ജാർ ഫയലിനകത്ത് ഉള്ള ഒരു ക്ലാസ് ആണ്. ആ ക്ലാസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കണക്ഷൻ ഇൻ്റർഫേസിന് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസിൻ്റെ ഒബ്ജക്റ്റാണ് ഗെറ്റ് കണക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്തെ 3 ആർഗ്യുമെൻ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് ആർഗ്യുമെൻ്റ് URL ആണ്, സെക്കൻഡ് ആർഗ്യുമെൻ്റ് യൂസർ നെയിം, ആൻഡ് തേർഡ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് പാസ്വേഡ് ആണ്. ഫസ്റ്റ് നമുക്ക് യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്യാം. MySQLൻ്റെ യൂസർ നെയിം എന്ന് പറയുന്നത് റൂട്ട് എന്നാണ്. പാസ്വേഡ് എൻ്റെ സിസ്റ്റത്തിൽ ഞാൻ റൂട്ട് എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ URL എന്ന് പറയുന്നത് JDBC MySQL ലോക്കൽ ഹോസ്റ്റ് 3306/JDBC test. ഓക്കെ, അപ്പോൾ URL എന്ന് പറയുന്നത് എന്തൊക്കെ ചേരുന്നതാണെന്ന് ചോദിച്ചാൽ പ്രോട്ടോകോൾ, മെഷീൻ നെയിം, പോർട്ട് നമ്പർ, ഡേറ്റാബേസിൻ്റെ പേര്. അപ്പോൾ JDBC MySQL എന്ന് പറയുന്നതാണ് പ്രോട്ടോകോൾ. നമ്മുടെ മെഷീൻ്റെ നെയിം എന്ന് പറയുന്നത് ലോക്കൽ ഹോസ്റ്റ് ആണ്. MySQL റൺ ചെയ്യുന്ന പോർട്ട് എന്ന് പറയുന്നത് 3306 ആണ്. ആൻഡ് ഡേറ്റാബേസിൻ്റെ പേര് ഞാൻ കൊടുത്തിട്ടുള്ളത് JDBC ടെസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. എറർ ഇതാണ്: നമ്മൾ URL-ഓ യൂസർ നെയിമോ പാസ്വേഡോ എല്ലാം തെറ്റിച്ചാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അവിടെ SQL എക്സെപ്ഷൻ എന്ന് പറയുന്ന ഒരു എക്സെപ്ഷൻ ത്രോ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ അതിനെയും ഹാൻഡിൽ ചെയ്യുകയാണ്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ എടുക്കാം, ട്രൈ അഗെയിൻസ്റ്റ് മൾട്ടിപ്പിൾ ക്യാച്ച് ഉപയോഗിച്ച് ഞാനത് ഹാൻഡിൽ ചെയ്യുന്നു. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, എക്സെപ്ഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഉള്ള URL, യൂസർ നെയിമും പാസ്വേഡുമാണ് കൊടുത്തത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കുറച്ചുകൂടെ നിങ്ങൾക്കൊന്ന് വ്യക്തമാക്കി തരാം. അതായത് ഈ കണക്ഷൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് MySQL വെൻഡേഴ്സ് നമുക്ക് തന്നിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ? അപ്പോൾ അത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ പറയുന്നു system.out.println connection.getClass.getName പ്രിൻ്റ് ചെയ്ത് നോക്കാം. നോക്കിക്കേ,
com.mysql.cj.jdbc.connection.imbl. അതായത് ഈ കണക്ഷൻ IMBL എന്ന് പറയുന്നത് എവിടെയുള്ള ക്ലാസ് ആണ്? നമ്മളിപ്പോൾ ആഡ് ചെയ്ത ഈ ജാർ ഫയലിലുള്ള ഒരു ക്ലാസ് ആണ്. ആ ക്ലാസ് എന്ത് ചെയ്തിട്ടുണ്ട്? കണക്ഷൻ ഇൻ്റർഫേസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ആണ് എന്ത് റിട്ടേൺ ചെയ്തത്? ഗെറ്റ് കണക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് റിട്ടേൺ ചെയ്തത്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ജാവയിലെ ഡൈനാമിക് പോളിമോർഫിസം എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാം, പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാം, കോളബിൾ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാം. ഓക്കെ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ, ഞാനിവിടെ പറയുന്നു സ്റ്റേറ്റ്മെൻറ്റ് ST = ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് java.sql പാക്കേജിലുള്ളൊരു ഇൻ്റർഫേസ് ആണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റ് കിട്ടാനായിട്ട് കണക്ഷൻ ഒബ്ജക്റ്റ് .create സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റ് കിട്ടും. ഇവിടെ ഞാൻ നോർമൽ സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റ് ആണ് ഞാൻ യൂസ് ചെയ്തത്. പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കോളബിൾ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറയാം എന്താണെന്ന്. ഓക്കെ, ഇനി നമുക്ക് 4th സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ക്വറി എക്സിക്യൂട്ട് ചെയ്യുക. ഇപ്പം എനിക്കെന്താ വേണ്ടത്? ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റുഡൻറ്റ് ടേബിളിൽ ഒരു റെക്കോർഡ് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ അതിന് നമുക്ക് SQL ക്വറി വേണം. അപ്പോൾ ഞാനിവിടെ ക്വറി എഴുതുവാണ്. സ്ട്രിംഗ് ക്വറി = insert into student ഓക്കെ. അപ്പോൾ നമ്മൾ ക്വറി എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കിത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ പറയുന്നു statement.execute update എന്ന് പറയുന്ന മെത്തേഡാണ് നമ്മൾ ഇൻസേർട്ട്, ഡിലീറ്റ്, അപ്ഡേറ്റ് ഈ 3 ക്വറികൾക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്സിക്യൂട്ട് അപ്ഡേറ്റിൽ നമ്മുടെ ക്വറി പാസ് ചെയ്തു. ഓക്കെ, ഫൈനലി ഞാൻ ഡൺ എന്നും കൂടെ പ്രിൻ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഒന്ന് റൺ ചെയ്യാം. ഓക്കെ, ഡൺ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എക്സെപ്ഷൻസ് ഒന്നും വന്നിട്ടില്ല. ഇനി ഡാറ്റാബേസ് ചെക്ക് ചെയ്യാം. ഓക്കെ, നോക്കിക്കേ, ആൻഡ് റെക്കോർഡ് ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1-2 റെക്കോർഡും കൂടെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. John 25. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റുഡൻറ്റ് ടേബിളിൽ ഞാനിവിടെ 4 സ്റ്റുഡൻറ്റ് റെക്കോർഡുകൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് ഈ ഡാറ്റാബേസിലുള്ള സ്റ്റുഡൻറ്റ് ടേബിളിലുള്ള 4 റെക്കോർഡ്സ് എനിക്കൊന്ന് റിട്രീവ് ചെയ്തിട്ട് എനിക്ക് കൺസോളിലൊന്ന് പ്രിൻ്റ് ചെയ്യണം. അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുന്നത് എക്സിക്യൂട്ട് അപ്ഡേറ്റ് എന്ന് പറയുന്ന മെത്തേഡല്ല, എക്സിക്യൂട്ട് ക്വറി എന്ന് പറയുന്ന മെത്തേഡാണ് അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സെലക്ട് ക്വറി കൊടുക്കാം. സ്ട്രിംഗ് ക്വറി = select star from student. ഓക്കെ, അതിനുശേഷം ഞാൻ പറയുന്നു statement.execute query. എക്സിക്യൂട്ട് ക്വറിയിൽ ക്വറി നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്തു. ഈ എക്സിക്യൂട്ട് ക്വറി എന്ന് പറയുന്ന മെത്തേഡാണ് സെലക്ട് ക്വറിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. എക്സിക്യൂട്ട് ക്വറി എന്ന് പറയുന്ന മെത്തേഡ് റിട്ടേൺ ചെയ്യുന്നത് ഒരു റിസൾട്ട് സെറ്റാണ്. അപ്പോൾ നമ്മൾ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ടേബിളാണ്, അല്ലെങ്കിൽ ടേബിളിനകത്ത് നമ്മുടെ കേസിൽ 4 റെക്കോർഡ്സാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ടേബിളിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ജാവയിൽ യൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റാണ് റിസൾട്ട് സെറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എക്സിക്യൂട്ട് ക്വറി എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത് നമ്മളൊരു റിസൾട്ട് സെറ്റിലേക്ക് നമ്മൾ അസൈൻ ചെയ്യുകയാണ്. റിസൾട്ട് സെറ്റ്.
ഓക്കെ, റിസൾട്ട് സെറ്റ് എന്ന് പറയുന്നത് java.sql പാക്കേജിലെ റിസൾട്ട് സെറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് വേണം ഇമ്പോർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, എസ് ക്യാപിറ്റലാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഈ റിസൾട്ട് സെറ്റിലൂടെ ഐട്രേറ്റ് ചെയ്യാം. ഐട്രേറ്റ് ചെയ്യാനായിട്ട് ഞാൻ പറയുന്നു while rs.nest എന്ന് പറയുന്ന മെത്തേഡാണ് നമ്മൾ ഐട്രേറ്റ് ചെക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്ന മെത്തേഡ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ റിസൾട്ട് സെറ്റിൽ എലമെൻ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. എലമെൻ്റ് ഉണ്ടെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് rs.nest എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സ്റ്റുഡൻറ്റ് ടേബിളിലെ ഫസ്റ്റ് റെക്കോർഡായിരിക്കും അത് റിട്രീവ് ചെയ്യുന്നത്. അപ്പം അതിൽ നിന്ന് എനിക്ക് വേണ്ടത് നെയിമും ഏജും എക്സ്ട്രാക്ട് എടുത്തിട്ട് എനിക്കൊന്ന് കൺസോളിൽ പ്രിൻറ്റ് ചെയ്യണം. അപ്പം നെയിം എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് ഞാൻ പറയുന്നു സ്ട്രിങ് നെയിം ഇസിക്കൽ ടു rs.getString, എന്നിട്ട് നമ്മൾ കോളത്തിൻ്റെ പേര് കൊടുക്കുക. കോളം എന്താണ്? നെയിം എന്നാണ് കൊടുത്തേക്കുന്നത്. നെയിം കൊടുത്തു. ദെൻ ഇൻറ്റിജർ ഏജ് ഈസിക്കൽ ടു rs.integer ആണ്. അപ്പോൾ ഗെറ്റ് ഇൻറ്റ് എന്ന് പറയുന്ന മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ കോളത്തിൻ്റെ പേര് കൊടുക്കുക. കോളത്തിൻ്റെ പേര് ഏജ് ആണ്. ഇനി നെയിം ഏജ് ഒന്ന് പ്രിൻറ്റ് ചെയ്യാം. system.out.println നെയിം ഏജ്. ഓക്കെ, ഇനി റൺ ചെയ്യാം. യെസ്, ആൻഡ് 21, ജോൺ 25, ഗോഗിൾ 23 ആൻഡ് ജെയിംസ് 18. ഇങ്ങനെയാണ് നമ്മൾ ഡാറ്റാബേസിൽ നിന്ന് റിട്രീവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇനിയും ഞാനിവിടെ നേരത്തെ പറഞ്ഞു ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് 3 രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, പ്രിപ്പയർ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, കോളബിൾ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്വറി കൊടുക്കുന്ന സമയത്ത് ഇപ്പം ഇൻസേർട്ട് ക്വറി കൊടുക്കുന്ന കണ്ടു നോക്കിക്കേ, ഇവിടെ നമ്മൾ വാല്യൂസ് അതേപോലെ തന്നെയാണ് നമ്മൾ പാസ് ചെയ്തത്. അതായത് ക്വറിയിൽ തന്നെ നമ്മൾ വാല്യൂസ് പാസ് ചെയ്തു. പ്രിപ്പയർഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആക്ച്വലി അത് ഡൈനാമിക് ക്വറിയാണ്. അതായത് നമ്മൾ വാല്യൂസ് അവിടെ തന്നെ നമ്മൾ പാസ് ചെയ്യുന്നില്ല, പകരം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്ലേസ് ഹോൾഡർ കൊടുക്കും, അതായത് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കും. പിന്നീടായിരിക്കും നമ്മൾ ആ ക്വസ്റ്റ്യൻ മാർക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂസ് പാസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ക്രിയേറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് യൂസ് ചെയ്തത്. ഇനി ഞാൻ ക്രിയേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നില്ല, പ്രിപ്പയർഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോഡൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇതങ്ങ് റിമൂവ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ക്വറി എഴുതുവാണ്. സ്ട്രിങ് ക്വറി ഈസിക്കൽ ടു ഇൻസേർട്ട് ഇൻറ്റു സ്റ്റുഡൻറ്റ് നെയിം കോമ ഏജ് വാല്യൂസ്. ഓക്കെ, നോക്കിക്കേ, ഇതേപോലെ ഞാൻ ഇവിടെ തന്നെ വാല്യൂസ് കൊടുക്കുന്നില്ല, പകരം ഞാനിവിടെ ക്വസ്റ്റ്യൻ മാർക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, പ്ലേസ് ഹോൾഡർ കൊടുത്തു. ഇനി ഞാൻ പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. പ്രിപ്പയർഡ് സ്റ്റേറ്റ്മെൻറ്റ് PS ഇസിക്കൽ ടു കണക്ഷൻ ഡോട്ട് പ്രിപ്പയർ. കണക്ഷനകത്തെ പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന മെത്തേഡാണ് പ്രിപ്പയർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യുന്നത്. അവിടെ ഞാൻ ക്വറി പാസ് ചെയ്തു. ഓക്കെ, ഇനിയാണ് നമ്മൾ വാല്യൂസ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ വാല്യൂസ് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ പറയുന്നു PS.setString. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്കിൽ എനിക്ക് നെയിം എന്ന് പറയുന്നത് ഗൗരി എന്ന് കൊടുക്കാം. നെക്സ്റ്റ് PS.setInt. സെക്കൻഡ് ക്വസ്റ്റ്യൻ മാർക്കിൽ ഏജ് ഈസ് 19. ഇനിയും എന്ത് ചെയ്യണം? എക്സിക്യൂട്ട് അപ്ഡേറ്റ് കൊടുക്കണം. അപ്പോൾ PS.execute update. ഓക്കെ, ഇനി ഒന്ന് റൺ ചെയ്യാം. യെസ്, റൺ മെസ്സേജ് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഡാറ്റാബേസ് പോയി ചെക്ക് ചെയ്യാം. ഓക്കെ, ഗൗരി 19. യെസ്, സ്റ്റുഡൻറ്റ് റെക്കോർഡ് സേവ് ആയിട്ടുണ്ട്. ഇനി ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്, കണക്ഷൻ ക്ലോസ് ചെയ്യുക. അപ്പോൾ കണക്ഷൻ ക്ലോസ് ചെയ്യാനായിട്ടുള്ള കോഡ് നമുക്ക് ഫൈനലി ബ്ലോക്കിൽ കൊടുക്കാം. അപ്പോൾ കണക്ഷൻ ഞാൻ ട്രൈ ബ്ലോക്കിൻ്റെ പുറത്ത് ഡിക്ലെയർ ചെയ്യുകയാണ്. കണക്ഷൻ CO ഈസിക്കൽ ടു നൾ.
ഫൈനലി കണക്ഷൻ ഡോട്ട് ക്ലോസ്. ഓക്കെ, കണക്ഷൻ ക്ലോസ് ചെയ്യുന്ന സമയത്ത് SQL എക്സെപ്ഷൻ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഞാനതിനെ ട്രൈ ക്യാച്ച് ഉപയോഗിച്ച് ഹാൻഡിൽ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ JDBC ഉപയോഗിച്ച് ഡാറ്റാബേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഈ 5 സ്റ്റെപ്സാണ് ഫോളോ ചെയ്യേണ്ടത്. ഡ്രൈവർ ക്ലാസ് ലോഡ് ചെയ്യുക, അത് ക്ലാസ് ഡോട്ട് ഫോർ നെയിം ഉപയോഗിച്ചിട്ടാണ് ലോഡ് ചെയ്യുന്നത്. ആൻഡ് കണക്ഷൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, ഡ്രൈവർ മാനേജറോട് ഗെറ്റ് കണക്ഷൻ, അവിടെ URLും യൂസർ നെയിമും പാസ്വേഡും പാസ് ചെയ്ത് കണക്ഷൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റ് പറഞ്ഞപ്പം ഞാൻ ആക്ച്വലി സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, പ്രിപ്പയർഡ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടു. ഇനി ഒരു സ്റ്റേറ്റ്മെൻറ്റോടുണ്ട്, അത് കോളബിൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. അതെന്ന് പറയുന്നത് നമ്മൾ സ്റ്റോർ പ്രൊസീജിയേഴ്സൊക്കെ കോൾ ചെയ്യാനായിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അത് മറ്റൊരു വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്വറി എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇൻസേർട്ട്, അതേപോലെ അപ്ഡേറ്റ്, ഡിലീറ്റ്, ഇങ്ങനെയുള്ള ക്വറീസൊക്കെ നമ്മൾ എക്സിക്യൂട്ട് അപ്ഡേറ്റ് എന്ന് പറയുന്ന മെത്തേഡും, ആൻഡ് ഡാറ്റാബേസിൽ നിന്ന് റിട്രീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സിക്യൂട്ട് ക്വറി എന്ന് പറയുന്ന മെത്തേഡുമായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് ശരിയായ രീതിയിൽ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. താങ്ക്